നിലപാടൊന്നും എനിക്കില്ല. സിനിമാ മേഖലയിൽ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. പോലീസിന്റെ സിനിമയുടെ സെറ്റില് അന്ന് പെരുന്നാളിന്റെ നോമ്പ് സമയമാണ് നമ്മുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ടിനി ടോം അൻസിബാസുമായിട്ട് ഒരു വിഷയം വന്നത് നമ്മുടെ പോലീസിന്റെ സെറ്റില് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളൊരു ഇത് ടിനി ടോം അൻസിബാസിന്റെ അടുത്ത് പറഞ്ഞതായിട്ടാണ് ഒരു വിവാദമായ ഒരു വിഷയം വന്നത്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിലൊരു പ്രതികരണം നടത്തിയായിരുന്നു. അതില് നമ്മൾ ഈ മതം കൊണ്ട് കളിക്കരുത് എന്നുള്ളൊരു ഇതില് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പെട്ടെന്ന് സമൂഹത്തിൽ ആളിപ്പടരുന്നൊരു വിഷയമാണ് ഈ മതം കൊണ്ടുള്ളൊരു ഇത്. അത് നമ്മുടെ സെറ്റിൽ യഥാർത്ഥത്തിൽ നടക്കാത്തൊരു സംഭവമാണ്. ആരെങ്കിലും വന്നിട്ട് പറഞ്ഞോ നിന്റെ സെറ്റിലാണ് നടന്നതെന്ന്? അൻസിബ പറഞ്ഞോ സെറ്റിലാണ് നടന്നതെന്നുള്ള കാര്യം? അല്ലല്ലോ. അമ്മ മീറ്റിങ്ങിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അമ്മയിലെ ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ ഉള്ള സമയത്ത് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. താൻ ആരാടോ ഇപ്പോൾ വന്നിട്ട് ഈ പറയുന്ന കൊണ പറയാനാ ഒരു ഡയറക്ടർ വന്നിരിക്കുന്നത്? പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പല ആൾക്കാർക്കും വെല്ലുവിളി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി കൂടുതൽ എഫേർട്ട് എടുത്തൊരു വ്യക്തിയാണ് യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്നത്. അറിയായിരിക്കും ചേട്ടനെ, എല്ലാവർക്കും അറിയാം. ഞാൻ അതിലും പുള്ളിയുടെ ഒരു വീഡിയോ കൂടെ ഞാൻ അവസാനം വെച്ച് തരാം. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മളിതുപോലുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ നമ്മളെന്നല്ല, മെയിനായിട്ട് ആ ചേട്ടനും അതിലും ഒക്കെയാണ് ഈ റിസ്ക്കും കാര്യങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സത്യാവസ്ഥ മനസ്സിലാക്കുകയാണ്. കാരണം ഇവരെ പോലുള്ളവരൊക്കെ വന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ കള്ളങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പൊളിച്ചെടുക്കുന്നത് ഇവരെ പോലുള്ളവരാണ്. ഏതൊക്കെ രീതിയിൽ ഈ അൻസിബയെ തകർക്കാൻ പറ്റുന്നു ആ രീതിയിലെല്ലാം ഓരോ വ്യക്തികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഞാൻ അറിഞ്ഞിട്ട് ഒരു എറണാകുളം ടീംസിനാണെന്ന് തോന്നുന്നു നല്ല പൈസ കൊടുക്കുന്നുണ്ട് PR വർക്കിന് തന്നെ. കാരണം അടി വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ അതുപോലത്തെ വൾഗർ രീതിയിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ചില യൂട്യൂബേഴ്സ്, എനിക്കൊരു കമൻറ്റ് വന്നു, ഞാൻ ആ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടി ആ യൂട്യൂബറിനെതിരെ വീഡിയോ ചെയ്യണോ വേണ്ട എന്ന് നിങ്ങൾ പറയണം, അപ്പം ഞാൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറയണം ഡാനി ആരാ യൂട്യൂബർ എന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രം ഞാൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന കമൻറ്റും കൂടെ കൊടുക്കുക. ജസ്റ്റിസ് ഫോർ അൻസിബ. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ലൈക്ക് അടിക്കുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കുറച്ചും കൂടെ വീഡിയോ ആൾക്കാരുടെ അടുത്തിട്ട് പോകണം. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി നിങ്ങൾ കാണണം, പരമാവധി ഷെയറും ചെയ്യണം. ഓക്കെ, എന്നാലും നമുക്ക് കാര്യത്തിലോട്ട് തുടക്കം. കുറേ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്, നൈസായിട്ട് പ്ലേറ്റ് തിരിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ വീഡിയോ വെച്ച് തരാം. സബ് ചെയ്യാത്ത ഒരു സബ്ബും കൂടെ ചെയ്തു. ആയിട്ട് ബന്ധപ്പെട്ട് ഈ കൊടുപ്പനകുന്നന്റെ മകനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് അൻസിബ പറയുന്നത് അതൊരിക്കലും അന്ന് നമ്മുടെ സെറ്റിൽ നടക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ വ്യക്തമായ കാരണം. നിന്റെ സെറ്റിന്റെ കാര്യം ഇവിടെ ആരും പറയുന്നില്ല. പിന്നെ വന്നിട്ട് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒരു ഡയറക്ടർ വന്നിരിക്കുന്നു. അൻസിബ നമ്മുടെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പുറമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഷൂട്ടിംഗ് കഴിയുന്നു, നമ്മൾ തന്നെ വണ്ടിയിൽ അൻസിബനെ റൂമിൽ കൊണ്ടാക്കുന്നു. അതിൽ ഒരു 15 ദിവസത്തെ ഷെഡ്യൂളില് എനിക്ക് തോന്നുന്നൊരു 10 ദിവസവും ഈ നോമ്പ് മുറിക്കുന്നത് ഈ റൂമിൽ വെച്ചായിരുന്നു. കാരണം നമുക്ക് ഒരു 5-5:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ ഷൂട്ടിംഗ് തീരും. പിന്നെ അൻസിബനെ റൂമിലാക്കുകയാണ് ചെയ്യുന്നത്. അത് 2-3 ദിവസമാണ് നമ്മളെ സെറ്റിൽ വെച്ച് ഈ നോമ്പ് മുറിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിലന്ന് വൈകിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ടീം അവർക്ക് നോമ്പ് മുറിക്കുന്നില്ല. അവർ മാത്രമല്ല 4-5 പേരുണ്ടായിരുന്നു. നമ്മുടെ ഇതുവരെ ബന്ധപ്പെട്ട 5-6 മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് സെറ്റിൽ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഗ്രൂപ്പായിട്ട് നോമ്പ് മുറിക്കുന്നു, പോകുന്നു. പിന്നീട് ഇത് എന്ത് സംഭവിച്ചു എന്ന് യഥാർത്ഥത്തിൽ എനിക്ക് അറിയാൻ വയ്യ. ഈ അൻസിബ ഹസൻ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സെറ്റിൽ നടക്കാത്ത സംഭവം. കാരണം വ്യക്തമായി ടിനി ടോം ഇതിനകത്ത് പാകപ്പാക്കാകണമെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ ടിനി ടോം നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടാവണം. ഇപ്പൊ ന്യൂസ് വളച്ചും തിരിച്ച് ഓടിക്കുക കണ്ടില്ലേ. ഓരോ വ്യക്തികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സെറ്റിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ എന്നൊക്കെ. ഇവിടെ സെറ്റിന്റെ കാര്യം ആരും സംസാരിക്കുന്നില്ല ബ്രോ. സെറ്റ് വെച്ച് മാത്രമാണോ ഇതൊക്കെ സംസാരിക്കുന്നത്? ആണോ? അല്ല. ഞാൻ ആലോചിക്കും, ഇങ്ങനെ ഓരോ വ്യക്തികളുണ്ടല്ലോ. ചേട്ടന് ഡയറക്ടർ എന്ത് പറ്റി ചേട്ടാ? ചേട്ടന് എന്തെങ്കിലും വലിയ പ്രൊജക്റ്റ് വല്ലതും തരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഏതായത് കൊള്ളാലോ, ചിരിപ്പിക്കുവാണല്ലോ വന്നിട്ട്. പറ ഇന്ന് കേരളത്തിലാ ഈ ടിനി ടോമിന് അത്യാവശ്യം നല്ല ഹോൾഡും കാര്യങ്ങളും ഉണ്ട്, നല്ല രീതിയിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം ഈ പറയുന്ന സലിംകുമാറിന്റെ മരണത്തിന് BD സതീശന്റെ കൂടെ നിൽക്കുന്നതല്ല, അവൻ അത്യാവശ്യം ആലുവയിൽ അവിടെ ഇവിടെ എല്ലാം നല്ല ഹോൾഡുണ്ട്. പിന്നെ അത്യാവശ്യം പണ്ട് മുതലേ ഉള്ള ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ടിനിക്ക്. നമുക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട് ചേട്ടാ.
എന്നാലും ഉപ്പ് തിന്നില്ലേ ചേട്ടൻ? സമയമാകുമ്പോൾ വെള്ളം കുടിക്കും, ഉറപ്പായിട്ടും കുടിക്കും. പേരിൽ ഇത് ആരോപണം ഉന്നയിക്കുന്ന ഒരു കാരണമില്ലല്ലോ. കാരണം അവർക്ക് അതിന്റെ ഗൂഢാലോചന ഉണ്ടാക്കിയ സമയത്ത് ടിനി ടോം ഈ നോമ്പ് സമയത്ത് ഉണ്ടോ ഇല്ലെന്ന് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ മതി 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 പോ ചെല്ല് അല്ല താരത്തിൽ പോയി പറ. ഓക്കെ, ഇനി നമ്മുടെ അൻസിബയും പിന്നെ ഒരു റൂമിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞല്ലേ ഒരു മിഥിൽ രാജ്, മിഥിൽ ലാൽ, അദ്ദേഹവും ഇതിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് നമ്മുടെ യൂഷ്വൽ സൈക്കോടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അതിനെക്കുറിച്ച് പറയുന്നത് ഞാനൊന്ന് വെച്ചുതരാം. മെയിനായിട്ട് ഞാൻ ഈ ഒരു പോസ്റ്റിനകത്ത് പുള്ളി എടുത്ത് വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ കൂടുതലും സത്യാവസ്ഥ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ഈ ഒരു വിഷയത്തിലാണ്. കാരണം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പല കോൺട്രവേഴ്സികളും വന്ന സമയത്താണെങ്കിലും പുള്ളി എന്തെടുത്ത് ഇതിനെ തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഈ ഒരു വിഷയത്തിലാണ്. ഇത്രയും വലിയ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. ചിലപ്പോൾ ഇതിനേക്കാളും റീച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് റീച്ചേ പോയൊരു സംഭവമായിരുന്നു. അപ്പോഴും ഓരോ ദിവസവും ഈ അൻസിബയ്ക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഓരോ ദിവസം, ഒരു ദിവസം പോലും വീഡിയോ ഇടാത്ത ദിവസങ്ങളില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോകാം. പിന്നെ മറക്കല്ലേ, എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുക്കാത്തവരെ ഹൈപ്പ് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ജസ്റ്റിസ് ഫോർ അൻസിബ മസ്റ്റായിട്ടും കൊടുത്തേ പറ്റൂ. സത്യം മറച്ചു വെച്ച് നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിലെ നിന്റെ മൗനം ആപത്താണ്. പ്രിയ അൻസിബ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? മിഥിലേട്ടൻ അൻസിബയോട് ചോദിക്കുന്ന പോലെയാണ് ആ റൈറ്റിംഗ്സ്. ലക്ഷ്മിപ്രിയയുമായുള്ള വിഷയത്തിൽ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാവണം. റാസൽ ഖൈമയിലെ കന്താരി റെസ്റ്റോറന്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. കന്താരീസ് റെസ്റ്റോറന്റ് ആ റെസ്റ്റോറന്റിൽ ഇല്ല റാസൽ ഖൈമയിൽ. അതാണ് പേര് ചേഞ്ച് ചെയ്ത് ചെമ്പരത്തി ആയത് എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടു. അത് പേര് ചേഞ്ച് ചെയ്തല്ല, അത് 2 റെസ്റ്റോറൻ്റ് ആണ്. ആദ്യം ഈ പറയുന്ന കാന്താരി ആയിരുന്നു, പിന്നെ അവർ തന്നെ കണ്ട് മാറ്റിയത് ഇപ്പോൾ ചെമ്പരത്തിയാക്കി. മാറ്റിയെന്ന് വെച്ചാൽ അവരല്ല, അവരുടെ നടത്തിപ്പുകാരനെ കണ്ട് ഞാൻ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് രേണുസുതി വന്ന് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്ത് രേണുസുതി ആ പാറി പോയപ്പോഴാണ് രേണുവിൻ്റെ സ്വർണ്ണക്കടത്തും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിലോട്ട് ഞാനൊന്നും വരുന്നില്ല, നമ്മുടെ വിഷയമാണല്ലോ. എന്തായാലും ചേട്ടൻ പറയുന്ന വാക്യങ്ങളെ വെക്കാം. അതിന്റെ ബാക്ക് സ്റ്റോറി എനിക്ക് അറിയില്ല, ഞാനത് കൂടുതൽ തിരക്കാൻ പോയില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, റെസ്റ്റോ ബാറും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ലക്ഷ്മിപ്രിയൊക്കെ പോയത്. തെളിവ് ഞാൻ കാണിക്കുകയും ചെയ്തു നേരത്തെ വീഡിയോയിൽ. ബാക്കി കേൾക്കാം. ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? അൻസിബ ഇതൊക്കെ പറയാൻ തുടങ്ങിയ ചില ആളുകൾ നാറും. സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന വിവരം നീ അറിഞ്ഞതു മുതലാണോ നിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തുകൊണ്ട് മടിക്കുന്നു? ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നു എന്ന വളരെ ലളിതമായ ചോദ്യം ചോദിച്ചതിനാണ് ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അൻസിബ ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ കൊടുത്തിരുന്ന പരാതിയിലുള്ള ഉള്ളടക്കം അത് വ്യക്തമാക്കി ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ചേച്ചിയതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഒരുപാട് വ്യക്തമാക്കാൻ പറ്റത്തില്ല, കാരണം ആരാണ് അത് എഴുതിയെന്ന് എനിക്കറിയത്തില്ല, അത്ര വൃത്തിക്കല്ല. അതുകൊണ്ട് തന്നെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടാ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ? കമന്റ് എടുത്തത് നിർത്തിയല്ലോ അല്ലേ? ഈ ഹസ്ബൻഡ്, ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡ് ഈ പറയുന്ന യൂഷ്വൽ സൈക്കോടെ ചാനലിന്റെ താഴെ വന്നിട്ട് സ്ഥിരം കമന്റ് ഇടുമായിരുന്നു. പുള്ളിയെ കുത്തി സംസാരിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലെല്ലാം കമന്റ് ഇടുമായിരുന്നു. മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വെച്ചത് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. പുള്ളി ഭീഷണിപ്പെടുത്താനും എന്തോ രീതിയിലായിരുന്നു അവൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് ഈ അടുത്ത സമയത്ത് ഈ ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡും ലക്ഷ്മിപ്രിയയും തമ്മിൽ പിണങ്ങുമൊക്കെ ചെയ്തതല്ലോ നിങ്ങൾക്കറിയാമോ? നമ്മൾ അതിലോട്ടൊന്നും സംസാരിക്കാനോ വരും ഒന്നും ചെയ്യുന്നില്ല, അവിടെ ഇരിക്കട്ടെ. അതൊക്കെ സമയം പോലെ സോഷ്യൽ മീഡിയ വന്നോളൂ. എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മളായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇവറ്റകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെളിവാരി ഇട്ടോളൂ. ചേട്ടൻ പറ. ചേട്ടാ, ഞാനത് താൻ ഒരു പ്രാവശ്യം എന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടപ്പോഴേ തന്നോട് ചോദിച്ചൊരു കാര്യമില്ല. താൻ അതിനൊരു മറുപടി തന്നെ ഓടിക്കളഞ്ഞു. സ്വന്തം ഭാര്യ തന്നെ പരാതിയിൽ പറയുന്നുണ്ട് ചേട്ടാ ചേട്ടനെ ഉപദ്രവിച്ചതിന്റെ കണക്കൊക്കെ, മനസ്സിലായോ? എന്നിട്ടും എന്താ ചേട്ടാ ചേട്ടനെ പോലീസുകാരെ പിടിക്കാതെ? ചേട്ടൻ ബാക്കിയുള്ളവരെ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ കൊടുക്കാനാണല്ലോ താല്പര്യം. തന്നെ എന്താ പോലീസ് പിടിക്കാത്തത്? അവൻ ഇപ്പൊ ഈ പറയുന്ന ചേച്ചിക്ക് ഇത്ര സപ്പോർട്ട് കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇല്ല 20,16,000 രൂപയുടെ കേസ് കേട്ടിട്ടുണ്ടല്ലോ അമ്പലപ്പുഴ നടക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ പറ്റിച്ച കഥകളൊക്കെ. എൻ്റെ പൊന്നു മക്കളെ, അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നി ഈ സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം അവിടെ കൂടെ ഇവനും ഉണ്ടായിരുന്നു, ഇവനും കുടുങ്ങിപ്പോയനെ. കഥകൾ ഒരുപാടുണ്ട് മക്കളെ. 20,16,000 രൂപയാണ് രണ്ടും കൂടെ വെട്ടിച്ചത്.
ഇവിടെ പൊക്കിക്കഴിഞ്ഞാൽ അവനും പെടും. അതിന്റെ സ്നേഹം മാത്രമാണ്. അല്ല അതിലേക്കൊക്കെ വരാം, നിൽക്കട്ടെ. അപ്പം ഇങ്ങനെയാണ് ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അന്ന് റാസൽ കൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീഷണിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരം ഒരു കേസിന് മുതിർന്നത്? തന്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശ തൃപ്പൂണിത്തറ നിനക്ക് നൽകിയ വിവരങ്ങളും ശ്രദ്ധേയമാണ്. ഈ ആശയെ പറ്റി ഞാൻ അന്വേഷിച്ചു. ആശ അത്ര വെടിപ്പായിട്ടുള്ള ഒരാളല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പൊ ഈ ഇതിലെ എഴുതിയിട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്ററിന്റെ അടിയിൽ തന്നെ ഒരു വ്യക്തി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, ആ വ്യക്തിയുടെ പൈസയോ എന്തൊക്കെയോ അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോയ ഒരു സ്ത്രീയാണെന്ന്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവർ അത്ര വെടിപ്പല്ലാതെ മനസ്സിലായത് കൊണ്ട് തന്നെ അൻസിബ ഇവരുമായിട്ട് കമ്പനി വെച്ചിട്ടില്ല. ഇവര് കോൺടാക്ട് ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അധികം അൻസിബ അങ്ങോട്ട് കോൺടാക്ട് പോയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ബാക്കി മകളുടെ പേരിൽ നടക്കുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ട് നീ ഇതുവരെ പുറത്തറിയിച്ചില്ല? ആ പറയുന്നത് കറക്റ്റാണ്. മണി ലോണ്ടറിംഗ് മോളുടെ പേരുള്ള ഒരു സ്ഥാപനത്തിന്റെ പുറകിൽ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. സത്യമാണോ അറിയില്ല, കേൾക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ ഈ ആശ പറഞ്ഞതിൽ ഇത്തിരി ശരിയായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ആശയെ പറ്റി അറിഞ്ഞപ്പോഴത്തേക്ക് തിരക്കിയപ്പോഴത്തേക്ക് അവരും അത്ര ഡീസന്റ് അല്ല എന്ന് മനസ്സിലാക്കിയ അൻസിബ അവരെയും ഒഴിവാക്കി. ഓക്കെ, ബാക്കി അൻസിബ ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ നിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, നിന്റെയും നിന്റെ അഭിഭാഷകന്റെയും അനുവാദത്തിനായി ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തുവിടുകയാണ് എന്ന് പറഞ്ഞിട്ട് മിഥുലേട്ടൻ ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിയുടെ ഒരു കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്ററിൽ. മിഥുലേട്ടൻ നല്ല രീതിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുക. കാരണം പുള്ളിയെ കലിപ്പിച്ചു ഈ ഒരു വിഷയത്തിൽ. കാരണം വെറുതെ ഇരുന്നവർ തന്നെ നെഞ്ചത്തോട്ടാണ് ഇവന്മാർ ഈ ആണി കൊണ്ടുവച്ചെന്ന് വേണമെങ്കിൽ പറയാം. വല്ല കാര്യം ഉണ്ടായിരുന്നു? കൊടുത്ത പരാതിയുടെ അത് വായിക്കാൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് ഞാൻ വ്യക്തമാക്കി തരാം. കുറച്ച് പാടുണ്ടേ വായിക്കാന്, ഇടയ്ക്ക് നാക്കൊക്കെ ഉളുക്കും, തെറി പറയരുത്. ഓക്കെ. ടു SHO, ബഹുമാനപ്പെട്ട സാർ, എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ എന്റെ ഭർത്താവ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ ഇന്നേ ദിവസം ഒരു പരാതി തന്നിരുന്നുവല്ലോ. ലക്ഷ്മിപ്രിയ ചേച്ചിയാണ് കൊടുത്തിരിക്കുന്നത് ഭർത്താവ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഭർത്താവേട്ടാ ഇവിടെ ഉണ്ടോ? അല്ല, ലക്ഷ്മിപ്രിയ ചേച്ചി കൊടുത്ത പരാതിയിൽ ഇതാണ് മെയിൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അൻസിബയുടെ കാര്യമൊക്കെ വരുന്നേ ഉള്ളൂ. തുടക്കത്തിലെ ചേട്ടന്റെ നെഞ്ചത്തോട്ടാ പടക്കം വെച്ച് പൊട്ടിച്ചേക്കുന്നത്. ചേച്ചിക്ക് ഇതിനെ പറ്റി ഒന്നും പറയാൻ കാണത്തില്ലായിരിക്കും അല്ലയോ? ഇതൊക്കെ ആയിരിക്കും അല്ലയോ? അല്ല അത് പോട്ടെ, ചേട്ടനൊന്നും പറയാനില്ലായോ? ചേട്ടനോട് ഇത് കമന്റ് ബോക്സിൽ വന്ന് കഥ പറഞ്ഞപ്പോ ഞാൻ തിരിച്ച് ഈ ചോദ്യം ചോദിച്ചതാണല്ലോ. ഈ സാധനത്തിനെ പറ്റി ഒന്നും മിണ്ടിയില്ലായിരുന്നല്ലോ അന്ന്. ബാക്കി ഞാൻ ഇന്നേ ദിവസം ഒരു പരിപാടി ആ പ്രശ്നങ്ങളുടെ മൂല കാരണം ഇക്കഴിഞ്ഞ ഡിസംബർ മാസം അൻസിബ ഹസൻ എന്ന എന്റെ സുഹൃത്ത്, അൻസിബയുടെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്, എന്ന സുഹൃത്തിന്റെ എന്റെ ഫോണിലേക്ക് അയച്ച ഒരു മെസ്സേജിൽ നിന്നും അന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദുബായിൽ വെച്ച് ഞാൻ ഏതോ മോശം സാഹചര്യത്തിൽ അങ്ങനെയൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്? മോശം സാഹചര്യത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട് അൻസിബ. മോശമായി ഒരാളോട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്ന് ആ കുട്ടി ഏതോ സുഹൃത്ത് ഏതോ ഒരു RJ സുഹൃത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അടിപൊളി. അപ്പം പരാതി നല്ല കോമഡി ആയിട്ടുണ്ട് കേട്ടോ. സ്വന്തം ഭർത്താവിൻ്റെ പേരൊക്കെ വെച്ചിട്ട് തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊരു വിവരക്കേടാ. ആരാണ് ഈ പരാതി എഴുതി? ഇവർ തന്നെ ആണെങ്കിൽ അത് ലോക വിവരക്കേടെന്നേ ഞാൻ പറയത്തുള്ളൂ. അയ്യോ, ഞാൻ ഇന്നലത്തെ ആ ഒരു വീഡിയോ ഞാൻ മൊത്തം ഇരുന്ന് കണ്ട് ഇപ്പോൾ ഒരു യൂട്യൂബർ വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ 2 വർഷം കേൾക്കണമെന്നുള്ള രീതിയിലാണ്. നമ്മൾ 2-3 വർഷമൊക്കെ കേട്ട കഥകളൊക്കെ തന്നെയാണ്. ഇവിടെ ഇതൊന്നും അല്ല. ഈ പെണ്ണിനെ ജിഹാദി ആക്കാൻ നോക്കിയതും ഇതും മറ്റേതും മറിച്ചതും ഒക്കെ ഉണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്. മെയിനായിട്ട് ആ യൂട്യൂബറിനോടും കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പൈസ വന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെ, അതാണ് മെയിനായിട്ട് അമ്മയിലെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇത് പിന്നെ ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ ഇവർ തന്നെ അങ്ങ് ചർച്ച ചെയ്തങ്ങ് തീർത്താൽ മതിയായിരുന്നു. ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ഡബിളും ട്രിപ്പിളും സ്റ്റാൻഡും ഒക്കെ കൊണ്ടാണ് ആ കൊച്ചു കൂടുതൽ അടുക്കാഞ്ഞത്. നമുക്ക് എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. എന്തെങ്കിലും ഫോട്ടോ ഇല്ല എന്ന് എനിക്ക് 1000% ഉറപ്പാണ്. അത് പോട്ടെ, എനിക്കത് വായിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തീരെ വായിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ. അത്തരത്തിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എനിക്ക് അയച്ചു തരാൻ പല പ്രാവശ്യം ഞാൻ ബാക്കി കാണാൻ പറ്റുന്നില്ല. അപ്പുറത്തെ സൈഡിൽ നോക്കട്ടെ. എന്നാൽ ഈ മെസ്സേജ് എന്റെ ഭർത്താവ് കാണുകയും അന്ന് മുതൽ എന്നെ ശാരീരികമായും മാനസികമായും
ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. ഓഹോ ഹോ ഹോ, അപ്പൊ കേസ് കൊടുത്തത് ആ രീതിയിലാണ് സംഭവം. ഓ, ഇത് കണ്ട് ഭർത്താവ് അടിക്കുകയോ ഇടിക്കുകയും തൊഴിക്കുകയോ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഭർത്താവിൻ്റെ പേര് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭർത്താവ് എന്തിനാ ഈ പറഞ്ഞ നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ നെഞ്ചത്തോട്ട് വരുന്നത്, ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, ഈ പറയുന്ന യൂഷ്വൽ സൈക്കോയ്ക്കും എന്താ പറയണ്ട അതുപോലത്തെ കമൻസ് ഇടുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു കൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി അവനും പെടുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ഓക്കെ ഓക്കെ, എന്നുവെച്ചാൽ അങ്ങോട്ട് ഇപ്പം ഇത് വായിച്ച് കേട്ടിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ. ടെസ്റ്റ് മാനസികമായും ശാരീരികമായും ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയെ ഉപദ്രവിക്കുന്നു. തുടങ്ങിയപ്പോഴും ചേച്ചി എഴുതിയിരിക്കുന്നതാണ് ഭർത്താവ് ഉപദ്രവിക്കുന്നുള്ള രീതിയിലാണ് തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്. നടുക്ക് മാത്രം അൻസിബയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അൻസിബ ഇങ്ങനത്തെ ഒരു മെസ്സേജ് അയച്ചു, അതിന്റെ പേരിലാണ് ഈ ചേട്ടൻ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത്, തല്ലുന്നത്. അല്ലാതെ മാനസികവും മറ്റേ ശാരീരികമായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉപദ്രവിക്കുക, തല്ലുക എന്നൊക്കെയാണല്ലോ. അപ്പം അതൊക്കെയാണ് ഈ ചേച്ചി പരാതിയിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അൻസിബ അയച്ച മെസ്സേജിനെ പറ്റി മാത്രം ഇപ്പൊ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ ആ ഒരു മനസ്സിലാവുന്നില്ല. അതെന്താണ് അങ്ങനെ? ഈ പരാതിയിൽ ഏറ്റവും കൂടുതൽ സ്വന്തം ഭർത്താവിനെ പറ്റിയിട്ടൊക്കെയാണല്ലോ പറയുന്നത്. മോശമായിട്ടുള്ള ഏതൊരു ഫോട്ടോ ഉണ്ടെന്നോ അൻസിബ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരുന്നത്. ആർജെ സുഹൃത്ത് ചേച്ചി, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തോ ആരുടെങ്കിലും കൂടെ എന്നല്ലേ അൻസിബ മെസ്സേജിൽ ചോദിച്ചത്. അത് അൻസിബയെ പറഞ്ഞതാണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ വന്നിട്ട് മോശമായ ചിത്രം എന്നുള്ള രീതിയിലേക്കൊക്കെ ആക്കി. പോട്ടെ, ആ പരാതിയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഓക്കെ, പോട്ടെ, ആയിക്കോട്ടെ. പക്ഷെ ഈ പരാതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഭർത്താവിനെതിരെ നിങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഭർത്താവിനെതിരെ ഒന്നും മിണ്ടാത്തത്? അല്ല, ഈ പരാതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ കേസ് എടുത്തിട്ട് നിങ്ങളുടെ ഭർത്താവിനെ പിടിച്ച് അകത്ത് തട്ടണ്ടേ അല്ലേ? എന്തുകൊണ്ട് തട്ടുന്നില്ല? നിങ്ങളുടെ പരാതിയാണ്, എന്റെ പരാതി അല്ല, അൻസിബയുടെ പരാതി അല്ല. അപ്പോ ഇത് മൊത്തത്തിൽ അൻസിബയുടെ തലയിട്ടാക്കാൻ ആരാണ് ചേച്ചി ഫോഴ്സ് ചെയ്തത്? ആരാ ഫോഴ്സ് ചെയ്തത്? മറ്റേ അവിടുന്ന് വരുന്ന പൈസ അതിന്റെയൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടാണോ ഇതെല്ലാം ആ കൊച്ചിന്റെ നെഞ്ചത്ത് മാത്രം വെച്ചിട്ട് നിങ്ങളങ്ങ് ബാക്കി എല്ലാവരും സേഫ് ആക്കി നിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതാണ്ട് കാര്യമൊക്കെ മനസ്സിലായല്ലോ. എനിക്കറിയാം അത്യാവശ്യം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ വരും. ഉറപ്പായിട്ടും സൈബർ ഇടം വഴി നല്ല രീതിയിൽ ലക്ഷ്മിപ്രിയ ആണെങ്കിലും ശരി, ശ്വേതമേനോനാണെങ്കിലും ശരി, ടിനി ടോമിനെ ആണെങ്കിലും ശരി, നിങ്ങൾ അറിഞ്ഞല്ലോ ടിനി ടോമിനെതിരെയുള്ള കേസൊക്കെ നിലനിൽക്കത്തില്ലെന്ന്. അതൊന്നും കഴമ്പില്ല അതിന്. അതൊക്കെ തള്ളി അങ്ങോട്ട് പോകും എന്നാണ് പോലീസുകാർ പറയുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. വേണ്ടി ഇതൊക്കെ നല്ല പിടിപാട് കാണും. കോടതി വഴി ഇനി എന്തെങ്കിലും ടിനി ടോമിന്റെ കേസിൽ ഒരു തീർപ്പ് ഉണ്ടാവുകയുള്ളൂ. ടിനി ടോം ഒക്കെ സുഖമായിട്ട് രക്ഷപ്പെടുക. ഇന്നും ഞാൻ ടിനിയുടെ ന്യൂസ് കണ്ട് ആ ഒരു ന്യൂസിനകത്ത് എടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ടിനിക്കെതിരെ കേസ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ചേട്ടൻ പറ. ടിനി ടോം ഒക്കെ സുഖമായിട്ട് രക്ഷപ്പെടുക. ആ പെൺകുട്ടി എന്നാലും കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടല്ലോ. എനിക്ക് അതാണ് സമാധാനം. ജസ്റ്റിസ് ഫോർ അൻസിബ. എനിക്കറിയില്ല ശരിക്കും ഇവിടുത്തെ നീതി ന്യായ വ്യവസ്ഥ പെൺകുട്ടിക്ക് നീതി കൊടുക്കുമോ, ജസ്റ്റിസ് കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷനിൽ ആ കേസ് നടപടിയില്ല, നടപടിയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കോടതിയിൽ പോകുമ്പോ എന്താവോന്ന് അറിയില്ല. മനസ്സിലായില്ലേ? ലക്ഷ്മിപ്രിയയുടെ കാര്യത്തിൽ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ സംസാരിക്കും. ആ പെൺകുട്ടിയെ മറ്റുള്ളവരെ വെച്ച് പറയുന്ന അപവാദങ്ങൾ, അപരാധങ്ങൾ ഇങ്ങനെ വെച്ച് താങ്ങിക്കൊണ്ടിരിക്കും ഇനിയുള്ള ദിവസങ്ങളും. ഇന്നലെ മുട്ടൻ കരച്ചിലായിരുന്നു ആ പെൺകുട്ടി വീട്ടില് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഏത് പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റും ഒരു പരിധി കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഇട്ട് അതിനുള്ള ഒരു എന്താണ് അവൾ അതൊക്കെ അനുഭവിക്കും. ഒരു നാണവും മാനമില്ലാതെ അല്ലേ? ആ റൂമിൽ ഒരാണുമായിട്ടുണ്ട്, അങ്ങനെയാണ് മറ്റേയാണ്, അതിൻ്റെ CCTV ഉണ്ട്. അതുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ, റൂമിൽ ഒരുത്തിനായിട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും ഇപ്പോൾ ചേച്ചിക്ക് എന്താ ചേച്ചി നല്ല രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട്. എന്താണ് ചേച്ചി ആ ബാറിൽ പോയതും കാട്ടിക്കൂട്ടിയതൊക്കെ അത്യാവശ്യം നമ്മളൊക്കെ കണ്ടതാണ്. ഓക്കെ, ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അത്ര പേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്? ഓക്കെ ഗൈസ്, എന്തായാലും ജസ്റ്റിസ് ഫോർ അൻസിബ, അതുപോലെ തന്നെ യൂഷ്വൽ സൈക്കോക്കും അതുലിനുമൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടും കൊടുക്കണം. ഈ ഒരു വിഷയത്തിന് വേണ്ടി നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ. ഇപ്പോൾ ഡയറക്ടറിനെ പോലെ ഓരോ തെണ്ടികളൊക്കെ വന്നിട്ട് ഇരുന്ന് കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പം ജസ്റ്റിസ് ഫോർ അൻസിബ, അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.